ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ നോക്കാം. മാരുതി സുസുക്കി മൈക്രോ SUV വിപണിയിൽ ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുന്നു. വിൽപ്പന മന്ദഗതിയിലായ മാരുതി സുസുക്കി ഇഗ്നിസ് പിൻവലിച്ച് കൂടുതൽ ആവശ്യകതയുള്ള മൈക്രോ SUV വിഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് മാരുതി. ടാറ്റ പഞ്ച്, ഹ്യുണ്ടായി എക്സ്റ്റർ എന്നീ മോഡലുകളുടെ വൻകുതിപ്പിൽ ശക്തമായ മത്സരമേഖലയായി മാറിയ സെഗ്മെന്റിൽ Y43 എന്ന കോഡ് നാമത്തിൽ പുതിയ മോഡൽ അവതരിപ്പിക്കാനാണ് കമ്പനിയുടെ നീക്കം. ഇന്ത്യൻ SUV വിപണിയിൽ നിലവിൽ ഏകദേശം 20% വിഹിതമുള്ള മാരുതി അത് 50% ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഹാച്ച്ബാക്കുകളിൽ നിന്ന് SUVകളിലേക്കുള്ള ഉപഭോക്തൃ പ്രവണത കണക്കിലെടുത്ത് പുതിയ തന്ത്രങ്ങളാണ് കമ്പനി ആവിഷ്കരിക്കുന്നത്. പുതിയ Y43 മോഡൽ മാരുതിയുടെ പ്രീമിയം നെറ്റ്വർക്കായ നെക്സ വഴി വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ബോക്സി ഡിസൈനുകളും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ഉൾപ്പെടെ ഈ കുഞ്ഞൻ SUV ഏകദേശം 3.8 മീറ്റർ നീളമുള്ളതായിരിക്കും. പുതിയ Z സീരീസ് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് കരുത്തേകുക. ഏകദേശം 82 PS പവറും 112 Nm ടോർക്കും നൽകുന്ന എഞ്ചിൻ 5 സ്പീഡ് മാനുവൽ AMD ഗിയർ ബോക്സ് ഓപ്ഷനുകളുമായി എത്തും. മികച്ച ഇന്ധനക്ഷമതയ്ക്കായി മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതികവിദ്യയും CNG പതിപ്പും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇന്റീരിയറിലും സാങ്കേതികവിദ്യയിലും ആധുനിക സൗകര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. വലിയ ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജിംഗ്, കണക്റ്റഡ് കാർ ടെക്നോളജി തുടങ്ങിയ ഫീച്ചറുകൾ ലഭ്യമാകും. സുരക്ഷയ്ക്കായി 6 എയർ ബാഗുകൾ, ABS, EBD, റിയർ പാർക്കിംഗ് സെൻസറുകൾ എന്നിവ സ്റ്റാൻഡേർഡായി നൽകാൻ സാധ്യതയുണ്ട്. 5.25 ലക്ഷം മുതൽ 5,50,000 രൂപ വരെയായിരിക്കും പ്രാരംഭ എക്സ് ഷോറൂം വിലയെന്നാണ് വിലയിരുത്തൽ. ടാറ്റ പഞ്ചിനേക്കാൾ കുറഞ്ഞ വിലയിൽ വിപണിയിലെത്തിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കാനാണ് മാരുതിയുടെ നീക്കം. 2026 അവസാനമോ 2027 ആരംഭമോ ആയിരിക്കും ലോഞ്ച് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ വീണ്ടും തരംഗമുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് മോട്ടറോള. ഏപ്രിൽ 22-ന് കമ്പനി പുതിയ ഫ്ളാഗ്ഷിപ്പ് മോഡലായ മോട്ടറോള എഡ്ജ് 70 Pro ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഫോണിന്റെ പ്രധാന സവിശേഷതകൾ വ്യക്തമാക്കുന്ന മൈക്രോസെറ്റ് ഫ്ലിപ്കാർട്ടിൽ ഇതിനകം ലൈവായി. AI അധിഷ്ഠിത ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ഉൾപ്പെടുന്ന ഈ മോഡൽ പ്രൊഫഷണൽ നിലവാരത്തിലുള്ള ഫോട്ടോഗ്രാഫി അനുഭവം നൽകുമെന്നാണ് സൂചന. മികച്ച സൂം കഴിവുകളും നെറ്റ് മോഡ് പെർഫോമൻസും ഇതിന്റെ പ്രധാന ആകർഷങ്ങളായിരിക്കും. പ്രീമിയം വിഭാഗം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ നീക്കം മോട്ടറോളയ്ക്ക് വിപണിയിൽ ശക്തമായ തിരിച്ചുവരവായി കണക്കാക്കപ്പെടുന്നു. പെർഫോമൻസിലും ഡിസൈനിലും വിട്ടുവീഴ്ചയില്ലാതെ ഉയർന്ന റിഫ്രഷ് റേറ്റുള്ള 144 HZ കവേർഡ് അമോൾഡ് ഡിസ്പ്ലേയും കരുത്തുറ്റ പ്രീമിയം പ്രോസസറും ഫോണിൽ പ്രതീക്ഷിക്കുന്നു. ഗെയിമിംഗും മൾട്ടി ടാസ്കിംഗ് അനായാസമാക്കുന്ന വിധത്തിൽ ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്റ്റൈലിഷ് ലുക്കും സ്മൂത്ത് യൂസർ എക്സ്പീരിയൻസും ചേർന്ന് ഫ്ളാഗ്ഷിപ്പ് വിപണിയിൽ ഇത് കരുത്തൻ സാന്നിധ്യമായി മാറുമെന്ന വിലയിരുത്തലുമുണ്ട്. ക്ലീൻ സോഫ്റ്റ്വെയർ അനുഭവവും അതിവേഗ ചാർജിംഗ് മോട്ടറോളയ്ക്ക് വിപണിയിൽ മുൻതൂക്കം നൽകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സ്മാർട്ട് ഫോണുകളിൽ ആധാർ ആപ്പ് നിർബന്ധമായും മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറി. ആപ്പിൾ, സാംസങ് തുടങ്ങിയ പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഈ നീക്കം. ഈ വർഷം ആദ്യം യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ IT മന്ത്രാലയത്തോട് ആപ്പിൾ, ഗൂഗിൾ തുടങ്ങിയ കമ്പനികളുമായി ചർച്ച നടത്തി ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ പുതിയ സ്മാർട്ട് ഫോണുകളിലും ആധാർ ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സാധ്യത പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഫിംഗർ പ്രിന്റും ഐറിസ് സ്കാനും അടിസ്ഥാനമാക്കിയ 12 അക്ക ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനമായ ആധാർ ഇതിനകം തന്നെ 1.34 ബില്യൺ പേർ ഉപയോഗിക്കുന്നുണ്ട്. ബാങ്കിംഗ് സേവനങ്ങൾ, ടെലികോം വെരിഫിക്കേഷൻ, വിമാനത്താവളങ്ങളിലെ പ്രവേശനം എന്നിവ ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾക്ക് 12 അക്ക ഡിജിറ്റൽ ഐഡന്റിറ്റിയായ ആധാർ ഉപയോഗിക്കുന്നു. എന്നാൽ നിർദ്ദേശം വിശദമായി പരിശോധിച്ച ശേഷം IT മന്ത്രാലയം ഈ ആപ്പ് നിർബന്ധമാക്കാനുള്ള തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പദ്ധതി പിൻവലിച്ചതിന് വ്യക്തമായ കാരണം യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല. ഇലക്ട്രോണിക് സ്മാർട്ട് ഫോൺ മേഖലയിലെ വിവിധ സ്റ്റോക്ക് ഹോൾഡർമാരുമായി നടത്തിയ ആലോചനകൾക്ക് ശേഷമാണ് ഈ തീരുമാനം ഉണ്ടായത്. ഇത്തരമൊരു നീക്കം നടത്തുന്നത് ഇതാദ്യമായിട്ടല്ല എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ 2 വർഷത്തിനിടെ സ്മാർട്ട് ഫോണുകളിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾക്കായി സർക്കാർ നടത്തുന്ന 6ാമത്തെ ശ്രമമാണിത്. ഓരോ തവണയും സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തി. ഉപയോക്തൃ സ്വകാര്യത, ഡിവൈസ് സുരക്ഷ, സോഫ്റ്റ്വെയർ അനുയോജ്യത എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ കമ്പനികൾ തുടർച്ചയായി ഉയർത്തിക്കാട്ടി. ഇന്ത്യയ്ക്കായി പ്രത്യേക മോഡലുകൾ നിർമ്മിക്കേണ്ട സാഹചര്യമുണ്ടാകുമെങ്കിൽ നിർമ്മാണ ചെലവ് കൂടുമെന്ന പ്രായോഗിക പ്രശ്നവും കമ്പനികൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.